അതോടൊപ്പം മാനേജ്മെന്റ് നന്നായി കൊണ്ടു നടക്കുന്നതിന്റെ താല്പര്യവും, മാത്രമല്ല എന്റെ മുൻപിലിരിക്കുന്നത് മുഴുവൻ നല്ല മിടുക്കികളും മിടുക്കന്മാരുമാണ് അല്ലേ? LSSലും USSലും മികച്ച വിജയമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളിന്റെ പേരാണ് AUP സ്കൂൾ. മാത്രമല്ല നേരത്തെ ഇവിടെ എന്താ സൂചിപ്പിച്ചത്, കലോത്സവത്തിൽ സബ് ജില്ലാ കലോത്സവം, അതില് സബ് ജില്ലാ കലോത്സവം നിലമ്പൂർ സബ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സബ് ജില്ലയാണ്. ഏറ്റവും വലിയ സബ് ജില്ല എന്ന് പറഞ്ഞാൽ അത്ര സ്കൂളുകളുണ്ട്. നിലമ്പൂർ സബ് ജില്ലയെ പോലെ വലിയ സബ് ജില്ല ഇന്ന് കേരളത്തിൽ ഇല്ല. നിരവധി സ്കൂളുകളുള്ള, എത്ര സ്കൂളുണ്ട് ഇവിടെ? 125 സ്കൂളുകളുള്ള സബ് ജില്ലയാണ് നിലമ്പൂർ സബ് ജില്ല. ഈ നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിൽ കൂടുതൽ ട്രോഫികൾ, കയ്യിൽ ഒതുങ്ങാത്ത ട്രോഫികൾ നേടിപ്പോന്ന ഒരു സ്കൂളിന്റെ പേരാണ് AUP സ്കൂൾ പൂക്കോട്ടുംപാടം എന്ന്. അപ്പൊ നിങ്ങളെ സഹായിക്കണ്ടേ, നിങ്ങളെ പ്രചോദിപ്പിക്കാൻ, നിങ്ങൾക്ക് ഊർജം പകരാൻ, നിങ്ങളെ വൈജ്ഞാനിക രംഗത്ത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ സഹായിക്കേണ്ടത് ഞങ്ങളൊക്കെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, എല്ലാവർക്കും പള്ളിയിൽ പോകേണ്ട അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കരുളായി ഹൈസ്കൂളിൽ ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. ഇപ്രാവശ്യം LSSനും USSനും കൂടി എത്ര കുട്ടികളാണോ ജയിച്ചത് അതിനെ ഇരട്ടി കുട്ടികളെ LSSനും USSനും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് 12 ട്രോഫിയല്ല, അടുത്ത വർഷം അതൊരു 24 ട്രോഫിയാക്കി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. ഇത് MTA-കാരാണോ ഇത് പുറകില്? സോറി, മെമ്പറാണ്. സോറി, MTA പ്രസിഡന്റാണ്. ഓക്കെ. അപ്പോ എല്ലാവരും വേദിയിലുണ്ട്. MTA പ്രസിഡന്റ്, മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ ഇല്ലേ? പറഞ്ഞിട്ടില്ല. എല്ലാ ആളുകളുണ്ട്, മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, മുഴുവൻ ആളുകളുണ്ട്. ഇതാ ഇവരൊക്കെ ഇങ്ങനെ മിടുക്കന്മാരുമായിട്ടുള്ള മക്കളാണ് അല്ലേ? ഉഷാറല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ഈ സ്കൂളിലെ ഇവിടെ 25 കൊല്ലമായിട്ട് ഒരു MLA വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ഈ MLA ഈ ഒരു 7 മാസം കൊണ്ട് ഇനിയും വരും.